ക്രൈസ്തലോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1.5 മാസമായി യൂട്യൂബിൽ കൂടെയോ ഫേസ്ബുക്കിൽ കൂടെയോ മെസ്സേജ് ഇടുവാൻ കഴിഞ്ഞില്ല. 6 മാസക്കാലം ദൈവകൃപയാൽ ലണ്ടൻ്റെ പ്രദേശത്തായിരുന്നു. വിവിധ ഇടങ്ങളിൽ പോയി ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ ചെയ്തു. ദൈവദാസന്മാർ, ദാസിമാർ, സഭയാ കുടുംബങ്ങൾ അടിയനോട് കാണിച്ച വേലയോട് കാണിച്ച എല്ലാ നന്മകൾക്കും പ്രതിഫലം കൊടുത്ത് അവരെ മാനിക്കട്ടെ. അവരവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം പരിപാലിക്കട്ടെ. അതോടൊപ്പം അതിനുശേഷം ജനുവരി മാസം കൃപയാൽ 7-ാം തീയതി നാട്ടിലേക്ക് കടന്നു വരികയും വിവിധ ഇടങ്ങളിൽ കടന്നു പോകുവാൻ ദൈവം സഹായിച്ചു. വേലയോടുള്ള ബന്ധത്തിലും ഒക്കെ വിവിധ ഇടങ്ങളിൽ പോയി ദൈവദാസന്മാരെ വചനത്തിൽ കൂടെ ഉറപ്പിക്കുവാനും അവർക്ക് വേണ്ടതായ അരുളപ്പാടുകളും ആലോചനകളും കൊടുക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അതിനുശേഷം ശാരീരികമായ ചില ബലഹീനതകളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു വാഹനം എൻ്റെ നേരെ ഞങ്ങളിരുന്ന സ്ഥലത്തേക്ക് കയറി വരുന്നത് കണ്ട് പെട്ടെന്ന് പുറകോട്ട് കാല് വയ്ക്കുകയും കാല് ഓടയ്ക്കകത്ത് പോയി അങ്ങനെ അന്ന് കാലിൻ്റെ മുട്ടിൻ്റെ താഴെ മുതൽ ആ എല്ല് ഉരഞ്ഞ് മാറുവാനിടയായി. വളരെ വേദനയാൽ ഭാരപ്പെട്ടു. എങ്കിലും കൃപയാൽ ആ മുറിവിൽ നിന്നൊക്കെ ദൈവം ഒരു വിടുതൽ തന്നു. അതിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. ഇനിയും അനേക ഇടങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ ദൈവദാസന്മാരെ, സഭയാ കുടുംബങ്ങളെ ഉറപ്പിക്കുവാനും ദൈവവചനത്തിൽ കൂടെ അവരെ ഉറപ്പിക്കുവാനും അവർക്ക് വേണ്ടതായ ആലോചനകൾ നൽകി അവരെ അവരെ ഉറപ്പിച്ച് കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുവാൻ അവരെ ഉറപ്പിച്ച് നിർത്തുന്ന ദൈവകൃപയെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തിരുവചനങ്ങളെ ശ്രവിക്കാം. അതിനാധാരമായി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവവചനമെന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനം 2:22. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന മഹാനും ഭയങ്കരനുമായ ദൈവം. അതാണ് എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം. എന്നാൽ അവൻ വായിക്കുന്നു, അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു, അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു, വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു മഹാദൈവം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലേക്ക് 1 മുതൽ നിങ്ങൾ വായിക്കുക. ഞാൻ തിരുവചന വെളിച്ചത്തിലാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ദൈവവചനം സത്യമാണ്, അത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലന്മാരും അത് തന്നെ ചെയ്തു. തിരുവെഴുത്തുകളെ അവർ ചൂണ്ടിക്കാണിച്ചു തന്നു. അങ്ങനെയെങ്കിൽ തിരുവെഴുത്തുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ദാനിയേലിൻ്റെ ചരിത്രത്തിലേക്ക് വലുതായിട്ട് കടന്നു പോകാതെ ചരിത്രപരമായി നമ്മൾ പഠിച്ചാൽ ദാനിയേൽ പ്രവചനം വലിയൊരു ഗൂഢമായി മറഞ്ഞു കിടക്കുന്ന ചില മർമ്മങ്ങളും ചരിത്രങ്ങളും ദാനിയേൽ പ്രവചനം 12 അധ്യായങ്ങളിൽ കാണപ്പെടുന്നു. ഞാൻ അതിലേക്ക് കടക്കാതെ ഈ ദാനിയേൽ ആരാണെന്ന് തിരുവെഴുത്തുകളിൽ കൂടെ കാണുമ്പോൾ ഈ ദാനിയേൽ ആരാണ്? ബാബേൽ പ്രവാസത്തിലേക്ക് നെബൂഖദ്നേസർ രാജാവ് അടിമയായി പിടിച്ചുകൊണ്ടുപോയ ദാനിയേൽ, അസര്യാവ്,
ഹനന്യാവ്, മിശായേൽ എന്നീ 4 പേരെ അടിമയായി പിടിച്ചു കൊണ്ടുപോയി ബാബേലിലായിരുന്നപ്പോൾ, 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1 അവരുടെ വസ്ത്രം മാറ്റി, 2 അവരുടെ പേര് മാറ്റി, 3 ഭക്ഷണ രീതി മാറ്റം വരുത്തുവാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, 10 ദിവസം നിങ്ങൾ പരീക്ഷിച്ചു നോക്ക്, ഞങ്ങൾക്ക് ശാഖപദാർത്ഥവും സസ്യാഹാരവും പച്ചവെള്ളവും തരിക, മറ്റുള്ളവർക്ക് രാജഭോജനം കൊടുക്കുക. നോക്കിയപ്പോൾ അവരിൽ ശ്രേഷ്ഠന്മാരായി അവർ മാറി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ബാലിന് ബലിയർപ്പിച്ചതിൻ്റെ ബാലൻസ് ഞങ്ങൾ ഭക്ഷിക്കുന്നതല്ലെന്ന് യഹൂദ ബാലന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ ബാലിനർപ്പിക്കുന്നതാണ് ബേൽസസർ എന്ന് പേരിട്ടു. ബേലിൻ്റെ ദാസൻ എന്ന് പേരിട്ടത് തന്നെ അതുകൊണ്ടാണ്, ബേലിൻ്റെ ദാസൻ ബേൽസസർ. അങ്ങനെ 3 പേരുടെയും പേര്, 4 പേരുടെയും പേര് മാറ്റി, വസ്ത്രം മാറ്റി. ഭക്ഷണത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളിത് ഭക്ഷിക്കത്തില്ല എന്ന് അവർ പറയുവാനിടയായി. എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരുമ്പോൾ, 4 പേരുടെ പേരും മാറ്റുവാനുള്ള കാരണം, അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഓടി വരാം. ദാനിയേൽ അർത്ഥമെന്ന് പറയുന്നത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹനന്യാവ് യഹോവ കരുണയുള്ളവൻ, അതുകൊണ്ട് അവന് ശദ്രക് എന്ന് പേരിട്ടു. ചന്ദ്രദേവനാൽ ആകൃഷ്ടൻ എന്ന പേര് അവനിട്ടു. മീശായേൽ അർത്ഥം ദൈവം എന്ന് പറയുമ്പോൾ അവന് മേശക് എന്ന് പേരിട്ടു. ശേഷക് ദേവനോട് സാമ്യമുള്ള നാമം. 4 അസര്യാവ്, യഹോവ സഹായകൻ, അവന് അബേദ്നഹോ എന്ന് പേരിട്ടു. നെബോദേവൻ്റെ ദാസൻ എന്നുള്ള പേര് മാറ്റി, വസ്ത്രം മാറ്റി. ഭക്ഷണത്തോട് വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സസ്യാഹാരം തന്നാൽ മതി, പച്ചവെള്ളവും തന്നാൽ മതി. അങ്ങനെ മറ്റുള്ളവർ രാജഭോജനം കഴിച്ചവരേക്കാൾ അവർ ശ്രേഷ്ഠന്മാരായി, അവർ ഉന്നതന്മാരായി തീരത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുന്നു. ദാനിയേലിന് ബേൽസസർ എന്ന് പേരിടുന്നു. വിഷയത്തിലേക്ക് ഞാൻ ഓടി വരട്ടെ. എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരുപാട് ആത്മീയ അർത്ഥങ്ങളുണ്ട്. ആത്മീയമായി പഠിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ ചിന്താവിഷയം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നം കണ്ടിട്ട് അദ്ദേഹം സ്വപ്നം മറന്നുപോകുന്നു. അതിന് 6 കൂട്ടരെ അവർ വിളിക്കുന്നു. ഇതിൻ്റെ അർത്ഥവും മറ്റ് കാര്യങ്ങളും വെളിപ്പെടുത്തുവാൻ 6 കൂട്ടരെ വിളിക്കുന്നു. ശകുനവാദികൾ, മന്ത്രവാദികൾ, ആഭിചാരകന്മാർ, ക്ഷുദ്രക്കാർ, വിദ്വാൻമാർ. ദാനിയേൽ പ്രവചനത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ കാണാം, ഈ 6 കൂട്ടരെ നമുക്ക് കാണാം. ദാനിയേൽ പ്രവചനം 2:27 പറഞ്ഞല്ലോ. ഇവരെയൊക്കെ കൽദയർ, വിദ്വാൻമാർ, ശകുനവാദികൾ, മന്ത്രവാദികൾ, ക്ഷുദ്രക്കാർ, ആഭിചാരകന്മാർ, ഇവർക്കൊന്നും ഇത് വെളിപ്പെടുന്നില്ല. ഇവർക്കൊന്നും ഇത് പ്രാർത്ഥിച്ചിട്ട് ഇവർ ആവുന്ന നോക്കി 2:1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, 2:1 മുതൽ 49 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഞാനവിടെ ഒരു ദൂത് നിങ്ങളോട് പറയാം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം ഇന്നും ചില വെളിപ്പാടുകൾ, മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എത്ര മൈൽ അകലെ ഇരുന്ന് ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ ചെയ്താലും, എന്തെല്ലാം ചെയ്താലും
ഒരു മുഴങ്കാല് മടക്കുന്ന ഒരു ഭക്തനുണ്ടെങ്കിൽ കൂടെ 3 പേരും, ഹനന്യാവ്, അസര്യാവ്, മീശായേൽ 3 പേരും കൂടെ ദാനിയേലിനോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കും. അതിന്നും വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ വരിക, എല്ലാവരും പറയുന്നത് ഞങ്ങൾ 3 കൂട്ടരാണ് മെയിനായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഭരണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. ഇവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുവാൻ പ്രതിപക്ഷം ഓടി നടക്കുന്നത് കൂടെ BJPയും അതിൻ്റെ പുറകെ ഓടുകയാണ്. എന്നാൽ ഞാനവിടെ ഒരു കാര്യം പറയാം. എനിക്ക് വെളിപ്പെട്ട ഒരു കാര്യം, 80-നും 90-ഉം ഇടയ്ക്ക് സീറ്റ് നേടി കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്നാണ് കാണിക്കുന്നത്. ഇത് ബീബ്സ് കൂട്ടാനോ ഒന്നും അല്ല, ഇതാണ് യഥാർത്ഥമായിട്ട് കാണുന്നത്. ഇനി എത്രയാകട്ടെ, പക്ഷെ കോൺഗ്രസ് ഭരണത്തിൽ വരും. വിഷയത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതെയും കൽദയർ, വിദ്വാൻമാർ, ആഭിചാരകന്മാർ, മന്ത്രവാദികൾ, ക്ഷുദ്രക്കാർ, ഇവർക്കൊന്നും വെളിപ്പെടാത്തത്, വിദ്വാൻമാർക്ക് വെളിപ്പെടാത്തത് ദൈവം തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. വിഷയം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 1 മുതൽ 49 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നെബൂഖദ്നേസർ, ബാബേൽ സാമ്രാജ്യത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നം കണ്ട് ആ കണ്ട സ്വപ്നം മറക്കുന്നു. കൽദയരെ വിളിക്കുന്നു. ഈ 6 കൂട്ടരും അവിടെ ഉണ്ടാകുന്നു. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, സ്വപ്നങ്ങൾ എന്താണെന്ന് അറിയിച്ചാലും, രാജാവ് കണ്ട സ്വപ്നം അറിയിക്കുമെങ്കിൽ ഞങ്ങൾ അത് വ്യാഖ്യാനിച്ച് തരാം. രാജാവ് പറഞ്ഞു, ഞാൻ സ്വപ്നം മറന്നു, നിങ്ങൾ സ്വപ്നം വ്യാഖ്യാനിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കണ്ട സ്വപ്നവും അറിയിക്കുവാൻ കഴിയുമെന്ന് നെബൂഖദ്നേസർ രാജാവ് പറയുന്നു. ഇതാണ് സംഭവം. അവർക്ക് സമയം കൊടുത്തു. സമയം അവർ നീളുവോളം സമയം നീട്ടിക്കൊണ്ടു പോകുമ്പോൾ രാജാവ് പറയുന്നു, ഇനി സമയം നീട്ടിക്കൊണ്ടുപോയാൽ നീയൊക്കെ വ്യാജവും ഭോഷ്കും പറയും. അതുകൊണ്ട് നിമിഷ നേരം കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും. മൊത്തത്തിൽ എല്ലാവരെയും, വിദ്വാൻമാരെയും ഈ പറഞ്ഞവരെ കൊന്നുകളയുമെന്ന് 2-1 മുതൽ 10-13 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. എന്നാൽ വിദ്വാൻമാരും ശകുനവാദികളും ആഭിചാരകന്മാരും മന്ത്രവാദികളും അവർ പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്, ഇന്ന് വരെ ഇങ്ങനെ ഒരു കാര്യം ഒരു രാജ്യത്തിൽ ഒരു രാജാവും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അറിയിക്കുവാൻ പ്രയാസമുള്ള കാര്യമാണ്. എന്നിട്ട് പറയുന്നു, ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ ഇത് വെളിപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. ഇത് പറഞ്ഞപ്പോൾ രാജാവ് കോപിച്ചു. രാജാവ് കോപിച്ചിട്ട് പറയുകയാണ്, ഇവരെ കൊല്ലുവാനാണ് പറയുന്നത്. അപ്പോഴാണ് പ്രാർത്ഥിക്കുന്ന 4 പേര്, ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ്, ഇവർ 4 കൂടെ ഒരുമിച്ച് കൂടി കാര്യം എന്താണെന്ന് തിരക്കി. രാജാവിൻ്റെ അകമ്പടി നായകനായ അര്യോക്കിനോട് തിരക്കിയപ്പോൾ
ഇതാണ് സംഭവം. ഞങ്ങൾക്ക് സമയം തരണം. ഞങ്ങൾ സ്വപ്നവും രാജാവ് കണ്ട സ്വപ്നവും അർത്ഥവും ഞങ്ങൾ വിവരിച്ചു തരാം എന്ന് അവർ പറയുന്നു. അപ്പോൾ തിരുവെഴുത്തുകളെ ഞങ്ങൾ ബൈബിൾ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, ഞാൻ ആ ഭാഗത്തിലേക്ക് വരാം. തിരുവെഴുത്തുകൾ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആവർത്തന പുസ്തകം 29:28 പറയുന്നു, മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളതാകുന്നു. മറഞ്ഞു കിടക്കുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളിലാണ്. മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളതാണ്. വെളിപ്പെട്ടിരിക്കുന്നതോ ദൈവവചനം അനുസരിച്ച് നടക്കുന്ന നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളത് തന്നെ. അപ്പം വെളിപ്പെടുന്ന, മറച്ചും വയ്ക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. 25 സദൃശവാക്യം 25:2 വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, കാര്യം മറച്ചു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം എന്നാണ് തിരുവെഴുത്തുകളിൽ കാണുന്നത്. ദൈവം മറച്ചു വച്ച കാര്യങ്ങളുണ്ട്, വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളുമുണ്ട്. എന്നാൽ ലൂക്കോസ് 12:2 വരുമ്പോൾ, മൂടി വച്ചതൊന്നും വെളിപ്പെട്ടു വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല. ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും. അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കുമെന്ന വൈദ്യനായ ലൂക്കോസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളുണ്ട്, എല്ലാം വെളിപ്പെടുത്തി കൊടുത്തതായിട്ടും കാണുന്നില്ല. എങ്കിലും ഇവിടെ ദാനിയേൽ പ്രവചനം 2:22 നാം വായിച്ചത്. അതായത് അവൻ ദൈവം, മഹാദൈവം, മഹാനിൽ മഹാനായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു, അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിൽ ഉള്ളത് അറിയുന്നു, വെളിച്ചം അവനോടുകൂടെ ഇരിക്കുന്നു. യോഹന്നാൻ 8:12 പറയുന്നു, ലോകത്തെ യേശു ക്രിസ്തു വിളിച്ചു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ചിലർക്ക് ചില വീടുകളിൽ പ്രാർത്ഥിക്കാൻ വിളിച്ച എല്ലാം പറഞ്ഞു കൊടുത്തെങ്കിലേ അറിയത്തുള്ളൂ. ഉള്ളത് തുറന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി പോകുന്നവന്, ഇപ്പോൾ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാനൊരു ചിന്ത തരികയാണ്. അവിടെ പറയുന്ന ഒരു പദം, കൊമ്പിൽ തൈലം നിറച്ച് നീ ഈശായിയുടെ ഭവനത്തിലേക്ക് ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആരെ അഭിഷേകം ചെയ്യണമെന്ന് ഞാൻ വെളിപ്പെടുത്തി തരാം. പ്രവാചകൻ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ തടിയും തൂക്കമുള്ള പുള്ളിയെ ഈശായി മുമ്പേ കൊണ്ട് നിർത്തിയിരിക്കുക. തലയിലോട്ട് അഭിഷേക തൈലം മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത 5 വിധ കൂട്ടുകളാൽ ഇടിച്ചു പിഴിഞ്ഞ് തെളിച്ചെടുത്ത തൈലം. ആ തൈലം കൊണ്ടുവന്ന് അവൻ്റെ തലക്കൊഴിക്കുവാനായി പോകുമ്പോൾ തന്നെ ദൈവം പറഞ്ഞു, അവനല്ല എന്ന് 7 പേരെയും മാറ്റി നിർത്തിയിട്ട് ഒരുവനെ ദൈവം കണ്ടിരിക്കുന്നു. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 13, 14, 13, 20, അപ്പോസ്തല പ്രവൃത്തി 13, 22. ദൈവത്തിന് ബോധിച്ച ഒരു പുരുഷനെ ദൈവം കണ്ടിരുന്നു. അത് ലാസ്റ്റിൽ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അവിടെ വെളിപ്പെടുന്നത്. ഇനി നിനക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരുവനുണ്ട്, അവൻ കാട്ടിലാണ്. ഞാൻ ആ ഭാഗം അവിടെ വിടുക. എൻ്റെ ചിന്താവിഷയം, ഇത്രയും പേരിരുന്ന് 6 കൂട്ടർ കൂടിയിരുന്ന് ആലോചിച്ച് അവരുടെ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടും അവർ കബഡി നിരത്തിയിട്ടും
മനസ്സിലാകാതെ ഇരുന്നത് വേർപെട്ട ജീവിതം നയിച്ച് വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിന്ന 4 യഹൂദ ബാലന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവർ കൂടെ ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദാനിയേൽ എന്ന ഭക്തന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവിൻ്റെ അകമ്പടി നായകനായ അരിയോക്കിനോട് വിളിച്ചിട്ട് പറയുന്നു, ഞങ്ങൾക്ക് കാര്യം വെളിപ്പെടുത്തി രാജാവിനെ അറിയിക്കണം, ഇല്ലെങ്കിൽ എല്ലാവരെയും നശിപ്പിച്ച് കളയും. ആ ഭാഗം ഞാൻ അവിടെ വിടുക. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മറന്നിട്ട് ജനത്തെ വഞ്ചിച്ച് മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ചെയ്ത് ജനത്തെ മയക്കി ഇടുന്ന ഒരു കാലഘട്ടങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ ദൈവജനം പ്രാർത്ഥനയിൽ ഉണരുന്നവരായി തീരട്ടെ. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. ലൂക്കോസ് 18:1. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രശ്നം വരുന്നതിന് മുൻപും പ്രാർത്ഥനയുണ്ടാകണം. ലഭിക്കുന്ന സമയം ദൈവസന്നിധിയിൽ മുഴങ്കാല് മടക്കുക. പ്രാർത്ഥിക്കുന്നവനെ ഉയർത്തുന്ന ദൈവം പ്രാർത്ഥിച്ച 4 പേരെയും 2-ാം അധ്യായം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 48-49 ഭാഗങ്ങൾ വായിക്കണം. ദാനിയേലിനെ മഹാനാക്കിയെന്ന ഞാൻ ഇതിനു മുമ്പും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ പുള്ളി മഹാനായി കഴിഞ്ഞപ്പോൾ കൂടെ നിന്നവരെ മറന്നില്ല. അവരുടെ കാര്യം രാജാവിനോട് അപേക്ഷിച്ചിട്ട് അവരെയും കൂടെ ഉന്നത സ്ഥാനങ്ങളിലേക്കാക്കി. എൻ്റെ വിഷയം അതല്ല. എങ്കിലും ഞാനൊരു കാര്യം പറയാം. പലർക്കും വെളിപ്പെടാതെ കിടക്കുന്നത്, മറഞ്ഞു കിടക്കുന്നത് വെളിപ്പെടുത്തുന്ന ദൈവം. ഏത് വിഷയത്തിന് നടുവിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുവോ അതിന് മധ്യത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉറപ്പായിട്ടുണ്ടാകും. ദൈവം കൈവിടത്തില്ല. പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം. അവൻ തൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം. 25-ാം സങ്കീർത്തനം 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തൻ്റെ നിയമത്തെ അവരെ അറിയിക്കുന്നു. ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ആരാണ് ഭക്തൻ? യാക്കോബ് 1:27. ദൈവത്തിൻ്റെ മുൻപാകെയുള്ള ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ഇതാണ് യഥാർത്ഥ ഭക്തി. യഥാർത്ഥ ഭക്തൻ ആരാണ്? ഭക്തൻ സർശോക്യം 14:2 പറയുന്നുണ്ടെന്ന്. അവിടെ പറയുന്നുണ്ട്, നേരായി നടക്കുന്നവൻ ഭക്തൻ. അപ്പോ ഭക്തനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അപ്പൊ ചോദിക്കും, നിങ്ങൾക്ക് ചോദിക്കാൻ ചിലപ്പോ ഒരു ചോദ്യം ഉണ്ടായേക്കാം, നിങ്ങൾക്ക് മാത്രമേ ഇത് വെളിപ്പെടത്തുള്ളൂ? ഈ പറഞ്ഞ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും ശകുനവാദികൾക്കും വിദ്വാൻമാർക്കും കൽദയർക്കും വെളിപ്പെടത്തില്ലേ എന്ന് ചോദിച്ചാൽ വെളിപ്പെടുന്നുണ്ടല്ലോ.
ഹോശേയ പ്രവചനം 4:12 പറയുന്നുണ്ട്, അവരുടെ വടി അവർക്ക് വെളിപ്പാട് അറിയിക്കുന്നെന്ന്, ആലോചന അറിയിക്കുന്നെന്ന്. അവരുടെ വടി അവർക്ക് ലക്ഷണം പറയുന്നെന്ന്. മന്ത്രവാദികളുടെ വടി പാമ്പായി. ഞങ്ങൾ വചനത്തിൽ കൂടെ തന്നെ തെളിയിച്ചു തരാം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം പഠിച്ചാൽ മതി. പക്ഷേ മന്ത്രവാദികളുടെ വടി പാമ്പായെങ്കിൽ മോശയുടെ വടിയും പാമ്പായി. ഇവരുടെ വടിയ മുഴുവനും മോശയുടെ വടി വിഴുങ്ങി. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും മാജിക്കുകാരും കാണിക്കുന്നുണ്ട്, മന്ത്രവാദികളും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു മാജിക്കല്ല, ഇതൊരു മന്ത്രവാദമല്ല. മന്ത്രവാദം എന്ന് കേൾക്കുമ്പോൾ ദൈവജനം പേടിക്കുക. എന്തിനാണ് പേടിക്കുന്നത്? മന്ത്രവാദം ഫലിക്കുമോ എന്നൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അടിച്ചു നോക്കിയാൽ അറിയാം. എല്ലാ 240-250 മെസ്സേജുകൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു മന്ത്രവാദിയെയും പേടിക്കേണ്ട കാര്യമില്ല. ഒരു മന്ത്രവാദം ആർക്കും ഫലിക്കത്തില്ല. തിരുവെഴുത്തുകൾ പുറകോട്ട് നോക്കിയാൽ സംഖ്യാപുസ്തകം 23 യാക്കോബിന് ആഭിചാരം ഫലിക്കുകയില്ല, ഇസ്രായേലിന് ലക്ഷണവിദ്യ ഏൽക്കുകയുമില്ല. മന്ത്രവാദികളെയും മന്ത്രവാദത്തെയും പിശാചിൻ്റെ കെട്ടുകളെയും ബന്ധനങ്ങളെയും പേടിക്കേണ്ട കാര്യമില്ല. നേരെ ചൊവ്വേ ജീവിക്കുന്നവന്, മനുഷ്യരാരും പെർഫെക്റ്റ് ഒന്നുമില്ല, എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട്. നേരെ ചൊവ്വേ ജീവിക്കുന്ന ഒരു ഭക്തന് പേടിക്കേണ്ട കാര്യമില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കി കോടിക്കണക്കിന് മന്ത്രം ചൊല്ലി, സ്തുതിമന്ത്രം ചൊല്ലി കെട്ടുന്ന ഒരു മന്ത്രവാദ കെട്ടിന് വിശുദ്ധിയിലും വേർപാടിലും വചനത്തിലും നിൽക്കുന്ന ഒരു ദൈവദാസി, കുഞ്ഞുങ്ങൾ, വിശ്വാസ കുടുംബങ്ങൾ ഒരു വചനം പറഞ്ഞ്, ഒരു സ്തോത്രം പറഞ്ഞാൽ മതി, ആ ബന്ധനം പൊട്ടും. ഇതൊന്നും നമ്മളെ ആരെയും തൊടുന്നതല്ല. എന്താണ് ആഭിചാരം? ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം നമുക്ക് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. പലരും പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടാത്തതുകൊണ്ട് മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നു. പല സ്ഥലങ്ങളിലേക്ക് ഓരോരുത്തരും ഓടുകയാണ്. കൈനോട്ടക്കാരുടെ അടുത്ത് പോകുന്നു. പലരിടത്ത് ഓടുന്ന ആൾക്കാരെ എനിക്കറിയാം, ഓടിയിട്ടുള്ളവരെ അറിയാം, ഞാൻ കണ്ടുപിടിച്ചിട്ടു. തീരെ നിവൃത്തിയില്ലെങ്കിൽ അങ്ങോട്ടങ്ങ് പോകും, പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകും. ഒരിക്കൽ പുൽപ്പള്ളിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ഞാൻ ആ വീട്ടിൽ ചെന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭവനത്തിൻ്റെ ഹോളിനകത്ത് മന്ത്രവാദം ചെയ്തതായിട്ട് ദൈവാത്മാവ് വെളിപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു മന്ത്രവാദം ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടുകാരൻ എൻ്റെ നേരെ ചാടി ഘോഷത്തം വിളിച്ച് പറയുകയാണെന്നും പറഞ്ഞ് യിരെമ്യാവ് 20:1-2-3 വാക്യങ്ങളിൽ പസ്കൂർ പുരോഹിതൻ യിരെമ്യാവിനെ ചെകിട്ടത്തടിക്കാൻ എഴുന്നേറ്റതുപോലെ എൻ്റെ നേരെ ചാടി. ഉള്ളത് പറയുമ്പോഴേ ഈ ചാടുന്ന ആൾക്കാർ, ഉള്ളത് പറഞ്ഞാൽ ചാട്ടം കൂടും. അന്നേ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ഒരു വിടുതൽ, ഗുണമായാലും ദോഷമായാലും ഞങ്ങളോട് സംസാരിക്കണമെന്ന് ദൈവം ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഇസ്രായേൽ ജനം പറഞ്ഞതുപോലെ ഒന്ന് സംസാരിക്കാൻ ആരും തയ്യാറല്ല. അവസാനം ഞാൻ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് 3 ദിവസത്തെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പുൽപ്പള്ളിയിൽ നിന്ന് കോഴിക്കോട്ട് താമസിക്കുന്ന സമയം ഞാൻ തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിലോട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പാസ്റ്റർ, പുള്ളി പറഞ്ഞു,
എന്താ എന്താ പാസ്റ്റങ്ങളെ പോകുന്നത്? ഞാൻ പാസ്റ്ററുടെ മെസ്സേജ് കേൾക്കാനാണ്, ശുശ്രൂഷ അനുഭവിക്കാനാണ് വന്നതെന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട്, അതുകൊണ്ട് പാസ്റ്റർ പോകരുത്, പാസ്റ്റർ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് എന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞത്, പാസ്റ്റർ പറഞ്ഞത് ഇവിടെ 100% ശരിയാണ്, ഇതിങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നതാണ്. എൻ്റെ അനുജൻ എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്നു. എൻ്റെ അപ്പൻ്റെ അനിയൻ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, അത് അല്പം താമസിച്ചേ കിട്ടത്തുള്ളൂ, അത് വിടുതൽ കിട്ടത്തുള്ളൂ, ഇത് മന്ത്രവാദം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് ജയിപ്പിച്ചതാന്ന് പറഞ്ഞു. അവസാനം ഞാനൊരു ദൂത് കൂടെ അവിടെ പറഞ്ഞു, ശരിയാകാം. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ എഴുന്നേൽക്കാത്ത ഈ ചെറുക്കൻ എഴുന്നേൽക്കും, അവൻ ഇന്നും എഴുന്നേറ്റ് നടപ്പുണ്ട്. നിങ്ങൾ അവൻ്റെ ഇരിപ്പ് കണ്ടാൽ ഒരു മനുഷ്യനും പറയത്തില്ല എഴുന്നേൽക്കുമെന്ന്. പക്ഷെ അവനോട് നീ കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം അവൻ എഴുന്നേറ്റ് തന്നെ നടന്നു. ഇന്ന് കുടുംബസ്ഥനായി ജീവിക്കുന്നു. എഴുന്നേറ്റ് നിന്നാൽ കാലിൻ്റെ അസ്ഥി ഒടിയും, ആ അസുഖമാണ്, കൊടുകുട പൊട്ടും. പക്ഷേ അവിടുന്ന് ദൈവം വിടുവിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. അദ്ദേഹത്തോട് എതിർത്തവനോടൊരു ദൂത് പറഞ്ഞു, യവൻ എഴുന്നേറ്റ് നടക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, പക്ഷേ നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും എന്നൊരാലോചന അന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. 3-ാം ദിവസം പൈതൽ എഴുന്നേറ്റ് നടന്നു. അന്ന് അവന് 18-20 വയസ്സ് പ്രായം വരും. 20-22 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഞാനിത് പറയാനുള്ള കാര്യം, പെട്ടെന്ന് വിടുതലിന് വേണ്ടി മറ്റുള്ളവരിലേക്ക് ഓടുമ്പോൾ ആഭിചാരകന്മാർക്കും ശകുനവാദികൾക്കും വിദ്വാൻമാർക്കും കൽദയർക്കും മന്ത്രവാദികൾക്കും ക്ഷുദ്രക്കാർക്കും വെളിപ്പെടാത്തത് ദൈവഭക്തന്മാർക്ക് വെളിപ്പെട്ടില്ലേ? പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ മുഴങ്കാലം മടക്കുമ്പോൾ, ഇതാർക്കും ഒരു ദ്രോഹത്തിന് വേണ്ടിയോ ആരെയും മുറിവേൽപ്പിക്കാനോ അല്ല ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ മിഥ്യയാണ്, ഇതൊന്നും ശരിയല്ല, ഈ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കട്ടത വന്നാലും പ്രതിസന്ധി വന്നാലും പ്രതികൂലങ്ങൾ കടന്നു വന്നാലും കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടില്ലേ? മത്തായി 28:20, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. 49 യെശയ്യാ 49:15, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 14:18, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യോഹന്നാന്റെ സുവിശേഷം 10:28-29, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, എൻ്റെ കരങ്ങളിൽ നിന്ന് ആരും പിടിച്ചു പറിക്കുകയില്ല. എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ, അവൻ്റെ കരങ്ങളിൽ നിന്ന് ആർക്കും ഒരു നാളും പിടിച്ചു പറിക്കുവാൻ കഴിയുകയില്ല. എന്തൊരു വാഗ്ദത്തങ്ങളാ! സങ്കീർത്തനം 34:7, യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങിയവരെ വിടുവിക്കുന്നു. ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരട്ടെ. 2 കൂട്ടർ തമ്മിലുള്ള മത്സരം അവിടെ നടക്കുക. കൽദയർ, വിദ്വാൻമാർ, ശകുനവാദികൾ, ക്ഷുദ്രക്കാർ, മന്ത്രവാദികൾ, ആഭിചാരകന്മാർ. ഇവർ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന 4 കൂട്ടർ മാറി നിൽക്കുകയാണ്. അവർക്ക് വെളിപ്പെടാത്തത് ദൈവം പ്രാർത്ഥിച്ച, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച മഹാനും ഭയങ്കരമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തിയ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത അതേ ദൈവം എന്നും പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. വിശ്വസിച്ചാലും ഇല്ല എങ്കിലും
ഈ തിരുവെഴുത്ത് നിങ്ങൾ പഠിച്ചാൽ മതി. ഞങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മതിയെന്നല്ല. എനിക്ക് പാലക്കാട്ട് തച്ചമ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ട്, ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഉള്ളത് മുഴുവനും വിറ്റുപറക്കി മന്ത്രവാദത്തിനും ആഭിചാരത്തിനും ക്ഷുദ്രക്കാർക്കും കൊടുത്ത ഒരു കുടുംബം അവസാനം എല്ലാത്തിനും ഭ്രാന്തായി. 4 പെൺമക്കൾക്കും ഭ്രാന്ത. അവസാനം എന്നെ അറിയുന്ന ഒരു സഹോദരൻ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഒന്നും തരാനില്ല, ഇതുപോലൊരു കുടുംബം നിവൃത്തിയില്ലാതെ കിടക്കുകയാണ്. ഞാനന്ന് കോഴിക്കോട് താമസിക്കുകയാണ്. ഞാനവിടെ ചെന്നു പ്രാർത്ഥിച്ചു. ആ 4 കുടുംബം, 4 പെൺപിള്ളാരും അമ്മയും ഭ്രാന്തായിട്ടിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്നും എൻ്റെ 10-24 വർഷങ്ങൾക്ക് മുൻപാണ്. ഇന്നും ഞാൻ ഓർക്കുന്നു, ഞാൻ എനിക്കുള്ളതെല്ലാം വിറ്റ് ഞാൻ എൻ്റെ മഹാമായയ്ക്ക് ഞാൻ കൊടുത്തതാണ്. ഞാൻ ആരെ മുറിപ്പെടുത്തുന്നല്ല, അദ്ദേഹം പറഞ്ഞതാ. ഞാൻ സകലതും വിറ്റ് പറക്കി കൊടുത്തതാ. ക്ഷുദ്രക്കാർ, മന്ത്രവാദികൾ, ആഭിചാരകന്മാർ അവർ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തതാ. പക്ഷെ എൻ്റെ 4 പെൺമക്കളും എൻ്റെ ഭാര്യയും ഭ്രാന്താകാൻ ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്. ഇതുപോലെ 100 കണക്കിന് സംഭവങ്ങൾ എനിക്കറിയാം. ഇത് മതം മാറ്റാനോ മതം മാറ്റിക്കൊണ്ടു പോകാനോ ഒന്നും അല്ല പറയുന്നത്. ഇത് തിരുവചന സത്യത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. തിരുവചന സത്യങ്ങളെ വെളിപ്പെടുത്തുന്നു, അത്രയേ ഉള്ളൂ. പറയുവാനുള്ള കാരണം, അനേകർ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ജാതിമത സംഘടനാ വ്യത്യാസമെന്ന് അനേകർ വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കെട്ടുപോകാറുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചു പോകാറുണ്ട്. വിവിധ രാജ്യങ്ങളിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ആലോചനകൾ ജനങ്ങൾ കേൾക്കാറുണ്ട്. ഇന്നും ഈ ദൈവം നമുക്ക് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി വെളിപ്പെടുത്തുന്ന അതേ ദൈവം, ദാനിയേലിൻ്റെ ദൈവം മാത്രമല്ല, മിശായേലിൻ്റെ, ഹനന്യാവിൻ്റെ, അസരിയാവിൻ്റെയും ദൈവം മാത്രമല്ല, നമ്മുടെയും ദൈവമാ. വലിപ്പച്ചെറുപ്പമില്ലാതെ. ഞാനിങ്ങനെ ഒരു കാര്യം കൂടെ പറയാം. ഈ മന്ത്രവാദികളെ, കൽദയരെയും വിദ്വാൻമാരെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും മന്ത്രവാദികളെയും സ്നേഹിക്കുന്ന ദൈവം അവരെപ്പോലും സ്നേഹിക്കുന്നു. ജാതിമത സംഘടന വ്യത്യാസമില്ലാതെ മാനവകുലത്തിന് വേണ്ടി, മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന ഒരു മഹാനും ഭയങ്കരനുമായിരുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അക്ഷിതിയിലിരുന്ന ആ ദൈവം, മഹാദൈവം ഇക്ഷിതിയിലേക്ക് ഇറങ്ങി വന്ന് മാനവകുലത്തിൻ്റെ പാപത്തിന് മറ്റു പരിഹാരമാർഗമില്ലാത്തത് കൊണ്ട് ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു അവസാനം തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി ഉയരത്തിലേക്ക് കയറിപ്പോയി വീണ്ടും വരുമെന്ന് പറഞ്ഞ നസ്രേനായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഒരാളിയുടെ എന്നോട് ചോദിച്ചു, ഈ മണിപ്പൂരിലൊക്കെ ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ പോയി എന്നാണ് എന്നോട് ചോദിച്ചത്. എൻ്റെ ദൈവം പ്രതികാരത്തിൻ്റെ ദൈവമല്ല. പ്രതികാരം ചെയ്യുന്നവനെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ 1 വർഷം കൂടെ നിൽക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചില്ല എങ്കിൽ വെട്ടിക്കളയാമെന്ന് പറഞ്ഞ് മാനവകുലത്തിന് വേണ്ടി മധ്യസ്ഥതയാണ് ഇരിക്കുന്ന
ഏക സത്യദൈവം. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, അവൻ തന്നെത്താൻ മറുവിലയായി കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു തന്നെ. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഒരേ ഒരു നാമം, അത് നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമം. യഹൂദ റബിയായിരുന്ന അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുന്നു. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 14 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ. പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നത് എന്തെന്നാൽ, അവൻ ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനും ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും രാജാതി രാജാവും കർത്താതി കർത്താവും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണുവാൻ കഴിയാത്തവനുമാണ് നാസറേനായ യേശു ക്രിസ്തു എന്ന അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു. ആത്മാവിൻ്റെ വെളിപ്പാടിൽ വിളിച്ചു പറയുകയാണ്. ഇവിടെ ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, തിരുവെഴുത്തുകൾ ചൂണ്ടിക്കാണിച്ചതാണ്. ലോകത്തിലുള്ള പലർക്കും വെളിപ്പെടാത്തത് ഇന്നും പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ്. അതേ പറഞ്ഞിട്ടുള്ളൂ. എന്താണിത് പറയുവാനുള്ള കാരണം? പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ വേർപാടോടെ നിന്നുകൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് മാത്രമേ ഇത് വെളിപ്പെടുകയുള്ളൂ. അല്ലാതെ സ്റ്റേജിൽ കയറുമ്പോൾ ആത്മാവ് വരുന്നു, ആത്മാവ് വരുന്നു, ആത്മാവ് വരുന്നു എന്ന് പറയുന്നതൊന്നും ശരിയായ ആത്മാവല്ല. അതൊന്നും ശരിയായ ആത്മാവല്ല. ജീവിതം നോക്കണം. ഞാൻ എൻ്റെ കുറവുകളെ എന്നെ തന്നെ ശോധന ചെയ്ത് നോക്കുക. എൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റെന്ന് വേറൊരാൾ ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ തെറ്റെന്താണെന്ന് എനിക്കറിയാം. അതിനെ ഞാൻ ശോധന ചെയ്ത് ഞാനിത് പ്രസംഗിക്കുമ്പോൾ, ഞാനിത് ദൈവവചനം ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് പലരും കേൾക്കുന്നതാണ്. എന്നേക്കാൾ ജ്ഞാനമുള്ളവർ, വിദ്യാസമ്പന്നന്മാർ പലരും, ക്രിസ്ത്യാനികൾ പെന്തക്കോസ്തുകാർ മാത്രം കേൾക്കുന്നതല്ല, യൂട്യൂബിൽ ലോകർ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ആരെയും മുറിപ്പെടുത്തുന്നതല്ല, തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിച്ചത്. ഇന്നും പലർക്കും വെളിപ്പെടാതെ കിടക്കുന്നത് പാവപ്പെട്ട ദൈവദാസന്മാർ, മുഴങ്കാലിൽ കണ്ണുനീരോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാരുണ്ട്. അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും സകല രഹസ്യങ്ങളെയും. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 4:5 അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവന്ന് ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം. ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം. ദാവീദ് എന്ന ഭക്തൻ വിളിച്ചു പറയുന്നു, 139 സങ്കീർത്തനം 16 വാക്യം, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ തന്നെ നിന്റെ പുസ്തകത്തിൽ എന്നെക്കുറിച്ചുള്ള സകലതും എഴുതി വെച്ചു. അതിശയവും ഭയങ്കരവുമായി നീ എന്നെ മെടഞ്ഞു. അപ്പോ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വെളിപ്പെടുത്തി കൊടുത്ത ദൈവം ദാനിയേലിന്, അസരിയാവിന്, മിശായേലിന് വെളിപ്പെടുത്തി കൊടുത്ത, ഹനന്യാവിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം. ഹനന്യാവ്
മീശായേൽ അസരിയാവിന് വെളിപ്പെടുത്തി കൊടുത്ത, ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്ത്, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജാവിനോട് ഉള്ളതുപോലെ കണ്ട സ്വപ്നം കാണിച്ചു കൊടുത്ത്, ആ 2-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നു, കാണിച്ചു കൊടുത്തത് മാത്രമല്ല അതിൻ്റെ പൊരുളുകളും വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്തു. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത് രാജാക്കന്മാർക്കെഴുതിയ 2-ാം പുസ്തകം 6-ാം അധ്യായം 8 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അരാം രാജ്യത്ത് ശയനഗ്രഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ പറയുന്ന കാര്യങ്ങൾ ഇസ്രായേൽ രാജാവിന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, ശാഫാത്തിൻ്റെ മകനായ എലീശ. ധനികനായിരുന്ന ഒരു പിതാവിൻ്റെ മകനായിരുന്നു അദ്ദേഹം. കാശിന് വേണ്ടി പ്രവചിച്ചതല്ല, എങ്കിലും അത്രത്തോളം കാര്യങ്ങൾ അവരവിടെ പറയും, ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അവർക്ക് പോലും സംശയം, ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളല്ലേ അവിടെ പറയുന്നത്, അവരറിയുന്നത് എങ്ങനെ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇസ്രായേലിൽ അവിടെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ അറിയിക്കുന്നതാണ്, പ്രാർത്ഥിച്ച് പറയുന്നതാണ്. അപ്പോൾ പ്രാർത്ഥിച്ചാൽ കിട്ടും ആലോചന, അത് വചനത്തിൽ കൂടെ ആയിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ 4-ന്റെ രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 8 മുതൽ 27 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 27-30 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഒടിച്ചൊരു ചിന്ത പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. എന്താണ് അതിന് കാരണം? അവിടെ പറയാനുള്ള കാരണം, താൻ പ്രാർത്ഥിച്ചു, എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചു, ശൂനേംകാരിക്ക് ഒരു തലമുറ ലഭിക്കുവാനിടയായി, തലമുറ ലഭിക്കുമെന്ന് പറഞ്ഞ് ലഭിക്കുവാനിടയായി. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞു മരിച്ചു. ചുരുക്കി പറയാം, ആ കുഞ്ഞു മരിച്ചു. പക്ഷേ ശൂനേംകാരി കുഞ്ഞിനെ കൊണ്ട് ചെന്ന് താൻ കിടന്ന കട്ടിലിൽ കൊണ്ടുപോയി മരിച്ച കുഞ്ഞിനെ കിടത്തിയതിനനന്തരം റൂമടച്ചിട്ട് താനിരുന്ന സ്ഥലത്തിലേക്ക് ചെന്നിട്ട് നിലവിളിച്ചുകൊണ്ട് ചെന്നു. ബാല്യക്കാരനോട് പറയുന്നു, ശൂനേംകാരി നിലവിളിച്ചു കൊണ്ടുവരുന്നു, എന്താണെന്ന് അറിയുന്നില്ല. 4-ന്റെ 27 പറയുന്നു, ദൈവം കാര്യം എന്നെ മറച്ചു വച്ചിരിക്കുന്നു, എനിക്ക് വെളിപ്പെട്ടില്ല. അരാം രാജ്യത്ത് ശയനഗ്രഹത്തിൽ നടന്ന കാര്യം ഇവിടെ വെളിപ്പെടുത്തി. ഇപ്പോൾ ഒരുവൾ കാഴഞ്ഞ് നിലവിളിച്ചു കൊണ്ടുവരുന്ന കാര്യം എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തിയില്ല. 4-ന്റെ 27 വായിച്ചു നോക്കുക. കാര്യം മറച്ചു വച്ചിരിക്കുന്നു എന്നാണ് അവിടെ കിടക്കുന്നത്. ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഓടി വരട്ടെ. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എപ്പോഴും വെളിപ്പെടുത്തി എന്ന് വരത്തില്ല. ഒരുവന് വെളിപ്പെടാത്തത് മറ്റൊരുവന് ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കും. എങ്കിലും ആവർത്തനം 29-ന്റെ 28 പറഞ്ഞതുപോലെ വെളിപ്പെട്ട് വരുന്നത്, വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ദൈവവചനം അനുസരിച്ച് നമുക്കും നടക്കുന്നവർക്ക്, അവർക്കും, നമുക്കും നമ്മുടെ മക്കൾക്കും ആയി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമുക്കെന്താണ് ചെയ്യേണ്ടത്? നാം എന്താ ചെയ്യേണ്ടത്? ഒരിക്കൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. കഴുതയെ തേടിപ്പോയ ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായ ശൗൽ 10-ാം അധ്യായത്തിൽ പ്രവചിക്കുന്നു. അവസാനം ദൈവം രാജാവാക്കുന്നു.
ലാസ്റ്റിൽ പോയി 28 ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ ഇവിടെ പോയി വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് ആലോചന കേൾക്കാൻ പോയി. അപ്പോസ്തലപ്രവൃത്തി 16 മുതൽ നിങ്ങൾ വായിച്ചാലും നിങ്ങൾക്കറിയാം. 16 മുതൽ 24 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാലും അറിയാം. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ദാസനായ ശൗല്, ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായ ശൗല് വെളിച്ചപ്പാടത്തെ അടുത്ത് ആലോചന കേൾക്കാൻ പോകും. പ്രവചിച്ചവനാ, 10-ാം അധ്യായത്തിൽ പ്രവചിച്ചവനാ. ആലോചന കേൾക്കാൻ എവിടെ പോകുന്നു? വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് പോകുന്നു. എനിക്കിപ്പോൾ ദൈവം സംസാരിക്കുന്നില്ല, ആരും എനിക്ക് ആലോചനകളൊന്നും കിട്ടുന്നില്ല, പറയുന്നത് വെളിച്ചപ്പാടത്തിയോടാ. അവിടെ ഇരുന്ന് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് ശമൂവേലിനെ വരുത്തി തരണമെന്ന് പറഞ്ഞു. അതെങ്ങനെ ശമൂവേലിനെ വരുത്താൻ പറ്റും? എന്നാൽ അവർ ചുരുക്കി പറയാം, വെളിച്ചപ്പാടത്തിയോട് കാര്യം പറഞ്ഞ് ശമൂവേലിലേക്ക് വരുത്തി കൊടുത്തു. അതേ ശബ്ദം, അതേ അങ്കി, അതേ രൂപം. അങ്ങനെ ഒരാൾ കയറി വന്നു. എല്ലാവരും അത് ശമൂവേലാണെന്നാണ് പറയുന്നത്, പ്രസംഗിക്കുന്നത്. അതെങ്ങനെ ശമൂവേലിന് വരാൻ പറ്റും? സഭാപ്രസംഗി 9:5-6-7 വാക്യം വായിക്കുക. ജീവിച്ചിരിക്കുന്നവൻ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അവൻ ഈ ലോകത്തിലുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു, അവൻ പോയി. ഈ ഭൂമിയിലുള്ളത് യാതൊരു ബന്ധവും ഇല്ല. ഇത്രയും പറഞ്ഞ ഭാഗം നിർത്തട്ടെ, വായിക്കുക. സഭാപ്രസംഗി 9:5-6-7 വാക്യങ്ങൾ. ഇനി ഒന്നുകൂടെ പറയാം. സഭാപ്രസംഗി 12:7 പൊടി പണ്ടായിരുന്നത് പോലെ അത് ഭൂമിയിലേക്ക് തിരികെ ചേരുന്നു, ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകുന്നു. അപ്പോൾ മരിച്ചവർക്ക് യാതൊരു ബന്ധവുമില്ല, ഈ ഭൂമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മരിച്ചത് തന്നെ. അവരെങ്ങനെ ജീവിച്ചുവോ അതിന് തക്ക പ്രതിഫലം പ്രാപിക്കുവാൻ അവർ പോയി. എവിടെയൊക്കെയാണോ അവിടെ ദൈവമാക്കി വെച്ചിരിക്കുന്നിടത്ത്. അതിൻ്റെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ശേഷക്രിയയും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നല്ല പ്രവൃത്തി ചെയ്യുക, ജീവിച്ചിരിക്കുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക, നല്ല മാതൃകയുള്ളവരായി ജീവിക്കുക. ഞാനിത് പറയാനുള്ള കാരണം, ശമൂവേലല്ല അവിടെ വന്നത്. ശമൂവേലിൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലും പിശാചിന് വരാം. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 2025 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞു. നിങ്ങളെന്നെ ലൂക്കോസ് 24:39 നിങ്ങളെന്നെ തൊട്ടു നോക്കുവിൻ, ഭൂതത്തിനുള്ളതുപോലെ അസ്ഥിയും മാംസവും എനിക്കുള്ളതുപോലെ യേശുക്രിസ്തു പറയും, എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസവും ഭൂതത്തിനില്ലല്ലോ. അസ്ഥിയുമില്ല, മാംസവുമില്ല, ഒന്നുമില്ല. അവനൊരു കാറ്റ, അവൻ ആരിൽ വേണമെങ്കിലും കയറാം. ഈ കൊലപാതകമൊക്കെ ചെയ്യുന്നവർ അവരുടെ ഉള്ളിൽ ഈ ശൈത്താൻ കയറുന്ന, കാറ്റായ ശൈത്താൻ കയറുന്നതാ. അല്ലാതെ ആർക്കും ഒന്നും യഥാർത്ഥ ഒരു മനുഷ്യന് എല്ലാവരിലും നല്ലവരുണ്ട്. ഹൈന്ദവരിൽ സഹോദരങ്ങളിൽ ഹിന്ദു സഹോദരങ്ങൾ എത്രയോ നല്ല പേരുണ്ട്, മുസ്ലിം സഹോദരങ്ങൾ എത്രയോ നല്ല പേരുണ്ട്, ക്രിസ്ത്യാനികൾ എത്രയോ നല്ല പേരുണ്ട്. എല്ലാവരിലും മോശക്കാരുമുണ്ട്. അവനെ തന്നെ ശോധന ചെയ്ത് പ്രാർത്ഥിച്ച്. എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. നമ്മൾ 10 വർഷക്കാലം ദുബൈയിൽ ജോലിയും രാജിവെച്ച് ദൈവവിളി ഉണ്ടായിട്ട് ഇറങ്ങിയത്. ഷിപ്പിലായിരുന്നു ജോലി, ദൈവവിളി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു വിട്ടതെന്നല്ല, ഞാൻ രാജിവെച്ചിട്ട്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഇംഗ്ലീഷുകാരൻ്റെ കമ്പനിയായിരുന്നു, അമേരിക്കൻ കമ്പനിയായിരുന്നു. ഞാൻ രാജിവെച്ചിട്ട് ഇറങ്ങി. ദൈവവിളി, ദൈവശബ്ദം ഉണ്ടായിട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് ആ ദൈവശബ്ദത്തിന് മുൻപിൽ മരണകാല ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ നിന്ന് അനേകരെ ആ നിത്യതയിലേക്ക് നയിക്കുക ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിത്യത ചൂണ്ടിക്കാണിക്കുക, അവർക്ക് ക്രിസ്തുവിനെ പറയുവാൻ. ഞങ്ങൾ ഈ മതം മാറ്റു പരിപാടിയല്ല, ക്രിസ്തു മാർഗമാണ്,
ആർക്ക് വേണമെങ്കിലും ഏത് പാപിക്കും ഓടി വന്ന് ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാൽ, കർത്താവേ ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ ഇന്നും ധാരധാരയായി ഒഴുകുന്ന ആ പുണ്യാക രക്തം, എബ്രായർ 12:24, ആ പുണ്യാക രക്തം നിങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവമകനായി മകളാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. രാജാക്കന്മാർക്ക് 2-ാം പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 5 വരെ നിങ്ങൾ വായിച്ചു നോക്കി. ഹോർ പർവ്വതത്തിൽ വെച്ചുണ്ടാക്കിയ ആ താമ്ര സർപ്പത്തെ നെഗുഷ്ടാൻ എന്ന പേര് മാറ്റി ഇസ്രായേൽ ജനം ആരാധന തുടങ്ങി. എന്നാൽ അവിടെ മുതൽ ഇങ്ങോട്ട് എത്രയോ പ്രവാചകന്മാർ വന്നതാ. അവിടെയൊന്നും എന്ത് ചെയ്തില്ല, അവിടെ നിന്ന് ആർക്കും വെളിപ്പെടാത്തത് ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആകാശിൻ്റെ മകനായ ഹിസ്കിയാവ് രാജാവിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു ദൈവം. ആ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം അതിനെ ഉടച്ചു കളഞ്ഞെന്ന് അവിടെ എഴുതിയിരിക്കും. ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. അങ്ങനെ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെ പ്രാർത്ഥിക്കുന്നവന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ, കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ, തലമുറകളിൽ വെളിപ്പെടട്ടെ. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, മനസ്സലിയണമേ. ഇന്ന് ഈ പകലിൽ കർത്താവെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്തു. നന്ദി പറയുന്നു. അനേക പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോഴും അടിയൻ്റെ കുടുംബത്തെയും 3 കുഞ്ഞുങ്ങളെയും അവിടുന്ന് പരിപാലിച്ചു. അതോടൊപ്പം പ്രാർത്ഥിച്ച അനേകർക്ക് വിടുതൽ കാണുവാൻ ഇടയായി. നന്ദി പറയുന്നു. വീണ്ടും അനേകർക്ക് വേണ്ടി, ഞങ്ങളുടെ ദേശത്തിനു വേണ്ടി, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. നന്ദി പറയുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ജഡ്ജിമാർക്കായി, വക്കീലന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. നീതിന്യായം നടത്തട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. പിതാവേ, 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കേരളത്തിൽ, കർത്താവ്, ഞങ്ങൾ പാർക്കുന്ന കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കടന്നു വരികയാണ്. ഒരു അനർത്ഥങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതെ സമാധാനപരമായി ഇലക്ഷൻ നടക്കുവാൻ ദൈവം ഇടയാക്കണം. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, രോഗികളായി കിടക്കുന്നവർ, കർത്താവെ, ചികിത്സിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ അനേകരുണ്ട്. കർത്താവെ, കടഭാരത്തിൽ മുങ്ങിലിരിക്കുന്ന, കടഭാരത്തിൽ എഴുന്നേൽക്കുവാൻ കഴിയാതെ എഴുന്നേറ്റ് നിൽക്കുന്ന അനേകരുണ്ട്. പിതാവെ, അവരോട് കരുണ കാണിക്കണം, മനസ്സരിയണമേ. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ. സകലവിധ നന്മകളാൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ. തലമുറകൾക്കൊരു മാനസാന്തരം, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു ദൈവകൃപ, ഞങ്ങളുടെ ജാതിമത സംഘടനാ വ്യത്യാസമെന്നെ തലമുറകൾക്ക് അവിടുന്ന് ബുദ്ധിയും ജ്ഞാനവും വിവേകവും അവിടെ നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, സകലത്തിനും സകല സ്തുതിക്കും മാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സകലരെയും സമർപ്പിക്കുന്നു. നീതിന്യായം നടക്കട്ടെ. ദൈവപ്രവൃത്തി ഈ നാളുകളിൽ വെളിപ്പെടട്ടെ, ദേശങ്ങളിൽ വെളിപ്പെടട്ടെ. അനർത്ഥങ്ങളിൽ നിന്ന് ലോകരാഷ്ട്രങ്ങൾ യുദ്ധത്തിനായി ഒരുങ്ങിയിരിക്കുമ്പോൾ അവർക്കും സമാധാനവും സന്തോഷവും കൊടുത്ത് എല്ലാവരെയും ഇവിടുന്ന് മാനിക്കണം. സമാധാന പ്രഭു അവരോട് ഇടപെടണം, സംസാരിക്കണം. പ്രാർത്ഥന കേട്ടുവല്ലോ, നന്ദി. മഹത്വമെല്ലാം അങ്ങെടുക്കണമേ. യേശു ക്രിസ്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് ജാതിമത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. മുഴുമഹത്തോടെ എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ. അബണ്ടൻലി ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.